തൂക്കി അന്നേരം തന്നെ സ്പോട്ടിൽ തന്നെ പോയിട്ട് പിന്നെ ഒരു അടുത്ത ആഴ്ച അങ്ങനത്തെ പരിപാടി നമുക്കില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ട് തരാനുള്ള പരിപാടി അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മുടെ ഫാമിലേക്ക് പോത്ത് കയറ്റുവാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ട് തൂക്കിയിട്ട് തൂക്കി പൈസയും കൊടുത്തിട്ടേ കയറ്റത്തുള്ളൂ. അപ്പൊ നമുക്കൊരു ന്യായമായ ഒരു 10-300 എണ്ണത്തിന്റെ ഓർഡർ ഉണ്ടല്ലേ ചോദിച്ചാ? പെരുന്നാൾ കണക്കാക്കി കുറെ പോത്തിനെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടല്ലേ? ഇറക്കിയിട്ടുണ്ട്. ശരി, ഇതെല്ലാം തന്നെ കർഷകരെ വാങ്ങിച്ചാണോ നിങ്ങൾ എവിടെ കൊണ്ടാണോ? ഇല്ല, കർഷകരിൽ നിന്ന് മേടിച്ചാ തൂക്കിച്ചാ. അവര് പല ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ അവരെ തന്നെ തിരിച്ചെടുത്താ? ഓക്കെ, അതുകൊണ്ടാണ് പല ബ്രീഡിൽ കിടക്കുന്നല്ലേ? പല ബ്രീഡിലുണ്ട്, പല തൂക്കത്തിലുണ്ട് അല്ലേ? പല തൂക്കത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു 10-300 കിലോ മുതൽ 10-700-800 കിലോ വരെയുള്ള കുറെ പോത്തുകൾ, മുറ മാത്രമല്ല ക്രോസ് ബ്രീഡും എല്ലാ സാധനവും ഉണ്ട്. പെരുന്നാളിന് ഇന്ന ബ്രീഡ് വേണമെന്നൊന്നുമില്ലല്ലോ, അങ്ങനെയൊന്നും. നാടൻ പോത്തും എല്ലാം നിപ്പുണ്ട്. എങ്ങനെ നല്ല ഓർഡർ ഉണ്ടോ? ആവറേജ് 350 ഓർഡർ ഇപ്പോ ഓൾറെഡി ഉണ്ട്. 1000-2000 അങ്ങനെയുള്ള ഓർഡർ ഒന്നും നമുക്ക് നമ്മളുള്ള കാര്യം പറഞ്ഞാൽ പോരെ, അല്ലേ? ഇല്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ല. 1000 ഒന്നുമില്ല, 10-300 പോത്തിന്റെ ഓർഡർ ഉണ്ട്. അത് കറക്റ്റായിട്ട് നമ്മുടെ ഫാമിൽ എല്ലാ ആഴ്ചയും എത്തുന്നുണ്ട്. അപ്പോൾ പള്ളിക്കാർ വരുന്നുണ്ട്, അല്ലാത്ത ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? അല്ലാതെ കേറ്ററിംഗുകാർ, ഇറച്ചിക്കാരും ഒക്കെ വരുന്നില്ലേ? എല്ലാവരും വരുന്നു, എല്ലാം ഉണ്ട്. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നല്ലേ? കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പല ആൾക്കാർ കർഷകർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇറക്കുന്നു, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഒന്നും കർഷകരെ ഒന്നും കിട്ടത്തൊന്നുമില്ല, കള്ളത്തരം പറയണ്ട. എല്ലാം ഒന്നും കിട്ടത്തൊന്നുമില്ല. നമ്മൾ പലയിടത്തുനിന്ന് പോയി വലിയ പോത്തിനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന കർഷകർക്ക് മാന്യമായ വില കൊടുത്ത് നിങ്ങൾ എടുക്കുന്നുണ്ട്.